നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് മേലുള്ള അന്വേഷണം ഫോർ ദ പീപ്പിൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് ഫോർ ദ പീപ്പിൾ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു സർഫാസി ഇരകളെക്കുറിച്ചുള്ളത്. എന്നാൽ അവരുടെ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കാണാം ഫോർ ദ പീപ്പിൾ ഇമ്പാക്ട്. ഏറ്റവും ദരിദ്രരും ദലിതരുമായിട്ടുള്ള ഭൂരഹിതരായിട്ടുള്ള അസംഘടിതരായിട്ടുള്ള ജനങ്ങൾ നടത്തിയ സമരത്തിൻ്റെ വിജയമാണ്. ആ വിജയം തീർച്ചയായിട്ടും ഈ കൗമുദിയെ പോലുള്ള വിഷ്വൽ രംഗത്ത് പ്രവർത്തിക്കുന്ന മീഡിയകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരത്തിന് ഇതിലേറെ പ്രസക്തി ഉണ്ടാകുമായിരുന്നു. കേരള കൗമുദിയുടെ പത്രം ആദ്യകാലങ്ങളിൽ ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. കേരള കൗമുദി ഈ സമര വിജയത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന സമരത്തെ ഭരണാധികാരികൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളതിന് കൗമുദിയോട് സവിശേഷമായി നന്ദി പറയുകയാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അതുപോലെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ദാഹജലം എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റി ഇന്ന് ദാഹജലത്തിനായി കേഴുന്നു. ദാഹജലം തേടുന്ന വാട്ടർ അതോറിറ്റി, അതാണ് ഇന്ന് ഫോർ ദ പീപ്പിൾ ചർച്ച ചെയ്യുന്ന വിഷയം. ശുദ്ധജലം വിതരണം ചെയ്യാൻ കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് കേരള വാട്ടർ അതോറിറ്റി. 84-ലാണ് ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത്. ഇതുവരെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് വകുപ്പ് എന്ന സർക്കാർ വകുപ്പിനായിരുന്നു ജലവിതരണത്തിന്റെ ചുമതല. തുടക്കത്തിൽ ഈ സ്ഥാപനത്തിന്റെ പേര് കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി എന്നായിരുന്നു. പിന്നീട് 1986-ൽ കേരള വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജ് ആക്ട് പാസാക്കുകയും സ്ഥാപനത്തിന്റെ പേര് കേരള വാട്ടർ അതോറിറ്റി എന്നാക്കി മാറ്റുകയും ചെയ്തു. കേരളത്തിലെ കുടിവെള്ള വിതരണത്തിന്റെയും മലിനജല നിർമ്മാർജ്ജനത്തിന്റെയും ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിൽ നിക്ഷിപ്തമാണ്. കേരള വാട്ടർ അതോറിറ്റി 71 നഗര കുടിവെള്ള പദ്ധതികളും 2117 ഗ്രാമീണ കുടിവെള്ള പദ്ധതികളും അടക്കം 2188 പദ്ധതികൾ നടത്തിവരുന്നു. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 77.1% കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഉപയോഗിക്കുന്നു. സംസ്ഥാനത്ത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം കൂടി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. KSRTC 1 നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജനം വെള്ളമെത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയും നഷ്ടത്തിലേക്ക് പോകുന്നത്. വാട്ടർ അതോറിറ്റി ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കരം കൂട്ടാതെയും പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്നുള്ള ഒരു കൂലങ്കഷമായ ആ ചർച്ചയ്ക്ക് ഈ മന്ത്രിസഭാ യോഗം ഇത് ചർച്ച കൂട്ടുന്നില്ല. വെള്ളക്കരം കൂട്ടാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഈ രണ്ടും കൂടി നോക്കുമ്പോൾ വാട്ടർ അതോറിറ്റി എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. നമ്മുടെ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുക, അത് വിതരണം ചെയ്യുക, പിന്നെ അതുപോലെ അത് വീടുകളിൽ എത്തിച്ച് അതിൻ്റെ വരുമാനം ഉറപ്പാക്കുക. അപ്പോൾ ഇതിൽ രണ്ട് പ്രധാന മേഖലകളിൽ ഈ ഉൽപ്പാദനത്തിലും ഈ വിതരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺകറൻ്റായിട്ട് പോയാലേ പറ്റുള്ളൂ. പക്ഷേ ഉൽപ്പാദന സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് അധികമായി വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമാണ്. വാട്ടർ അതോറിറ്റി പ്രതിവർഷം 300 കോടി രൂപ നഷ്ടത്തിലാണ്. വെള്ളം കിട്ടാത്തതിന്റെ നാട്ടുകാരുടെ വഴി വേറെയും. 1000 ലിറ്റർ ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുമ്പോൾ ചെലവ് 25.47 രൂപയാണ്. എന്നാൽ വരവ് 10.08 രൂപ മാത്രമാണ്. ചെലവിത്ര കൂടാനും വരുമാനം ഇത്ര കുറയാനും കാരണം എന്താണ്? പമ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന വെള്ളത്തിന്റെ 1/3 വീടുകളിൽ എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. പമ്പിന്റെ കേടും മറ്റും മൂലം വൈദ്യുതി ചാർജ് കൂടുന്നുവെന്നത് മാത്രമല്ല, കപ്പാസിറ്റിയുടെ ഗണ്യമായ ഭാഗം വിനിയോഗിക്കപ്പെടാതെയും പോകുന്നു. ഇതിനു പുറമെ പഴഞ്ചൻ പൈപ്പുകളുടെ ചോർച്ച മൂലം പമ്പ് ചെയ്യുന്ന വെള്ളത്തിൽ ഗണ്യമായൊരു ഭാഗം ചോർന്നു പോകുന്നുവെന്ന് മാത്രമല്ല, വെള്ളം മലിനമാകുകയും ചെയ്യുന്നു. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പുനരുദ്ധാരണ തന്ത്രത്തിന്റെ ഇടപെടൽ മേഖല വ്യക്തമാണ്. പഴഞ്ചൻ പമ്പുകളും പൈപ്പുകളും മാറ്റിസ്ഥാപിക്കുക, അതുപോലെ തന്നെ വിതരണ ചെലവ് താരതമ്യേന കുറവുള്ള നഗരമേഖലയിലെ കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. 2000-ൽ പരം കോടി രൂപയുടെ കുടിവെള്ള പാക്കേജിനാണ് കഴിഞ്ഞ ബജറ്റ് അനുവാദം നൽകിയിട്ടുള്ളത്. ഇതിൽ 24 പദ്ധതികൾക്ക് കിക്ക് ബിക് സമർപ്പിക്കപ്പെട്ടു. ഇതിലേറ്റവും വലുത് 235 കോടി രൂപ ചെലവ് വരുന്ന കൊല്ലം കോർപ്പറേഷന്റെ വാട്ടർ സപ്ലൈ സ്കീമാണ്. 5 വർഷം കൊണ്ട് 10,000 കോടി രൂപ കുടിവെള്ള മേഖലയിൽ നിക്ഷേപിക്കും. വാട്ടർ അതോറിറ്റിയുടെ കാര്യക്ഷമത ഉയർത്തി ലാഭവും നഷ്ടവും ഇല്ലാത്ത നിലയിലാക്കുന്നതിനാണ് ഈ പദ്ധതികളെല്ലാം ലക്ഷ്യമിടുന്നത്. ചെലവാക്കിയ പണം
അത് ആ പണം കൊണ്ട് 3000 കോടിയോളം ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ചിലവാക്കിയതിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു, എത്ര ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാകും. ആ പദ്ധതികളുടെ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ പൂർത്തിയാക്കുന്നതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മുടക്കിയ പണം കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളക്കരം ഇരട്ടിയാക്കണമെന്നാണ് ജല അതോറിറ്റിയുടെ നിർദ്ദേശം. ഗാർഹിക ഉപഭോക്താക്കൾക്ക് കിലോ ലിറ്ററിന് 4 രൂപയിൽ നിന്ന് 8 രൂപയാക്കാനും മിനിമം ചാർജ് 40 രൂപയാക്കാനുമാണ് ശുപാർശ. 10 മുതൽ 20 കിലോ ലിറ്റർ വരെയുള്ള ഉപയോഗത്തിന് 45 രൂപയിൽ നിന്ന് 90 രൂപയാക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ മിനിമം ചാർജ് 125 രൂപയിൽ നിന്ന് 250 രൂപയാക്കാനും അതോറിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 250 രൂപയെന്നത് 500 രൂപയാകും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് വാട്ടർ അതോറിറ്റി ഗാർഹിക ഉപഭോക്താക്കൾക്ക് വെള്ളക്കരം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത്. 5 വർഷത്തേക്ക് വെള്ളക്കരം കൂട്ടില്ലെന്ന് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസരിച്ച് നോൺ പ്ലാൻ ഗ്രാന്റ് കൂട്ടിയതുമില്ല. വൈദ്യുതി നിരക്ക് വീണ്ടും കൂട്ടിയാൽ വാട്ടർ അതോറിറ്റി നടുവൊടിഞ്ഞു വീഴും. റഫറണ്ടത്തിൽ മന്ത്രിയുടെ യൂണിയൻ ഉൾപ്പെട്ട സംഘടനകൾ അതിൽ പരാജയപ്പെട്ടു. INTUCയും CITയുമാണ് ഇപ്പോൾ അംഗീകൃത യൂണിയനായിട്ട് കിട്ടിക്കുന്നത്. എന്തുകൊണ്ട് അപ്പോൾ ജീവനക്കാരുടെ ജീവനക്കാരുടെ ഈ പ്രതിസന്ധിയെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി നേരിട്ടുണ്ട് പ്രതിസന്ധിയെ വളരെ ഒരു പ്രതിഷേധഘട്ടത്തോടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ അതിജീവിക്കാം? കാരണം ഈ 5 വർഷത്തേക്ക് വെള്ളക്കരം കൂട്ടേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൻ്റെ ചാർജ് വരുന്ന 5 വർഷക്കാലം വർദ്ധിപ്പിക്കുകയില്ല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റാണത്. പക്ഷേ അതെങ്ങനെ കേരള വാട്ടർ അതോറിറ്റി ബാധിക്കും എന്നുള്ളത് ഗൗരവകരമായ കാര്യമാണ്. കേരള വാട്ടർ അതോറിറ്റിക്കുള്ള സ്വാഭാവികമായി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിക്കുള്ള നോൺ പ്ലാൻ ഗ്രാൻറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയണം. കേരള വാട്ടർ അതോറിറ്റിക്കുള്ള നോൺ പ്ലാൻ ഗ്രാൻറ്റ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോൾ ശമ്പളം പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ശമ്പളത്തിന് കുടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക ബാധ്യത മൂലം. മറ്റ് പല സ്ഥാപനങ്ങളും പെൻഷൻ പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും കേരള വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻ പരിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മിനിമം 10 കിലോ ലിറ്റർ വെള്ളത്തിന് 20 രൂപയും 2 രൂപ റീഡിംഗ് ചാർജുമാണ് ഈടാക്കിയിരിക്കുന്നത്. പുതിയ താരിഫ് അനുസരിച്ച് 10 KL വെള്ളത്തിന് 40 രൂപയും റീഡിംഗ് ചാർജ് 4 രൂപയും നൽകണം. വെള്ളത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് താരിഫ് നിരക്കിൽ വലിയ വർധന ഉണ്ട്. കൂടാതെ സർചാർജും ഈടാക്കപ്പെടുന്നു. 1000 ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നതിന് 13 രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ വെള്ളക്കരത്തിൽ കിട്ടുന്നത് വെറും 4 രൂപ. അത് വീടുകൾക്കുള്ള വ്യവസായ അടിസ്ഥാനത്തിൽ 6 രൂപ. ഈ 4 6ന്റെ അന്തരവും ഈ 14 കൂടിയുള്ള വളരെ വ്യത്യാസം. പക്ഷേ ഇതിനനുസരിച്ച് വൈദ്യുതി ചാർജ് പമ്പ് ചെയ്യുന്ന വൈദ്യുതി ചാർജ് വളരെ വലിയ തുകയാണ് കൊടുക്കുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ സൗജന്യ നിരക്കിലാണ് വൈദ്യുതി. പക്ഷേ കേരളത്തിലാണെങ്കിൽ അതല്ല, സൗജന്യ നിരക്കിലല്ല. ഇവിടെ ഒരു വൈദ്യുതി എത്രയാണ് ഈടാക്കുന്ന വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള തുക നൽകുന്നു. വൈദ്യുതി ചാർജ് ഇനിയും കൂട്ടുകയാണെങ്കിൽ വാട്ടർ അതോറിറ്റി വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും വഴുതി മാറും. വാട്ടർ മീറ്റർ എന്ന് പറയുന്നത് പുറത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഏകദേശം ഒരു ഉപഭോക്താവ് വാട്ടർ അതോറിറ്റിയിൽ നിന്നൊരു മീറ്റർ വാങ്ങുന്നതിന് 1200 1300 രൂപ ചിലവഴിക്കുന്നു. എന്നാൽ 400-450 രൂപയ്ക്ക് വാട്ടർ അതോറിറ്റിയിൽ ഒരു മീറ്റർ നിർമ്മാണ കമ്പനി തുടങ്ങിയാൽ നമുക്ക് ഒരു മീറ്റർ ഹൗസ് ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. ചവറയിൽ തുടങ്ങുമെന്ന് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അത് നടക്കാതെ പോവുകയും പ്രൈവറ്റ് കമ്പനികൾ അനധികൃതമായി കൺസ്യൂമേഴ്സിനെ കൊള്ളയടിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മീറ്റർ വിതരണം നടത്തുന്നത്. അത് വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കുകയും 400-450 രൂപയ്ക്ക് ജീവനക്കാർക്ക് കൊടുക്കാൻ കഴിയുകയും ചെയ്യും. എന്താണ് വാട്ടർ അതോറിറ്റി നേരിടുന്ന പ്രധാന പ്രശ്നം? വരുമാനത്തേക്കാൾ കൂടിയ ചിലവ്, വരവിനേക്കാൾ ചിലവ് ഇരട്ടിയായി. അതോടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഇത് പരിഹരിക്കാനുണ്ടായ ചർച്ചകളും പരിഹാര ശ്രമങ്ങളുമെല്ലാം തന്നെ അമ്പേ പരാജയപ്പെട്ടു. കൊള്ളലാഭമുണ്ടാക്കുന്ന കുപ്പിവെള്ള കമ്പനികളെ നിലയ്ക്ക് നിർത്തുന്നതിനായിട്ടാണ് അരുവിക്കര പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനമെടുത്തത്. 1 ലിറ്റർ കുപ്പിവെള്ളത്തിന് 15 രൂപ ഈടാക്കുന്നിടത്ത് 5 രൂപയ്ക്ക് കുപ്പിവെള്ളം നൽകാനാകും എന്നതാണ് പ്രഖ്യാപനം. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ അരുവിക്കര ഡാമിനോട് ചേർന്ന് പ്ലാന്റ് സ്ഥാപിക്കാനും തീരുമാനിച്ചു. പ്രതിദിനം 1 ലക്ഷം ലിറ്റർ കുപ്പിവെള്ളം ഉൽപ്പാദിപ്പിക്കാനായിരുന്നു പദ്ധതി. 100 പേർക്ക് പ്രത്യക്ഷത്തിലും 400ഓളം പേർക്ക് അനുബന്ധമായും ഈ പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അരുവിക്കര കേന്ദ്രീകരിച്ച് ഒരു കുപ്പിവെള്ള പ്ലാനിന് രൂപം കൊടുത്തത്. കുപ്പിവെള്ള പ്ലാനിന് രൂപം കൊടുത്ത് കഴിഞ്ഞ NK പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയാണ്. ആ മന്ത്രിയായിരുന്നപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയിട്ട് അദ്ദേഹം ആ മന്ത്രിസഭ പോയപ്പം UDF സർക്കാർ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും ആ സർക്കാർ ഇതിനെ അന്ന് തുടങ്ങി വെച്ചതിനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അന്നത്തെ മന്ത്രിയായിരുന്ന PJ ജോസഫ് സാറ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മൂവാറ്റുപുഴയിൽ കൊണ്ടുപോയി അവിടെ ഒരു ഇത് തുടങ്ങി. അതും വാട്ടർ അതോറിറ്റി നേരിട്ടല്ല, പ്രൈവറ്റ് ഒരു ഏജൻസി ഏൽപ്പിച്ച് തുടങ്ങുകയാണ്. അതുകൊണ്ട് ഗുണമില്ല. ഇത്തരം പ്രോജക്റ്റുകൾ വാട്ടർ അതോറിറ്റി ഗുണകരമാണ്. കാര്യം വാട്ടർ അതോറിറ്റി ഭീമമായ നഷ്ടത്തിലോടുന്ന സ്ഥാപനമാണ്.
ഈ കുപ്പിവെള്ളം എന്ന് പറയുന്നത് ഇന്ന് ആളുകൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. അതും നമുക്ക് ഗുണകരമായ വിശ്വസിക്കാൻ കഴിയാത്ത കുടിവെള്ളമാണ് പല മേഖലകളിലും കുപ്പിവെള്ളം എന്ന നിലയിൽ വിൽക്കുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റിക്ക് വളരെ പ്യുവറായിട്ട് ഇപ്പോൾ കരമനയാറ്റിൽ നിന്നും ആണ് വെള്ളം എടുക്കുന്നത്. വെള്ളം എടുത്ത് എല്ലാവിധ പ്രോസസ്സിങ്ങും ചേർത്ത് നല്ല കുടിവെള്ളം ഉണ്ടാക്കുന്നത്. ആ കുടിവെള്ളം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു കുപ്പിവെള്ള പ്ലാന്റ് വന്നാൽ തീർച്ചയായിട്ടും നല്ല കുടിവെള്ളം ആൾക്ക് കൊടുക്കാനും കഴിയും. ഇന്നും ബ്ലൈഡ് വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വാട്ടർ അതോറിറ്റി കമ്മിറ്റി കൂടി തീരുമാനിച്ചേക്ക് ഒരു കുപ്പി വെള്ളം 5 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുത്താൽ പോലും ഈ വാട്ടർ അതോറിറ്റിക്ക് ഒരു നല്ല വരുമാനമാവും. കുപ്പിവെള്ള ഫാക്ടറി കുപ്പിവെള്ളത്തിൻ്റെയോ കുപ്പിവെള്ളമായോ ജാറുകളിലായോ സിലിണ്ടറുകളടക്കം ജാറുകളിലായോ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയെ വിതരണത്തിനായി മാർക്കറ്റിങ്ങിനായി മറ്റൊരു ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ടോ വാട്ടർ അതോറിറ്റി ഈ കുടിവെള്ള മാർക്കറ്റിനെ ഒന്ന് ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ഈ കേരളത്തിൽ നിൽക്കുന്ന കോടികളുടെ കുടിവെള്ള മാർക്കറ്റിനെ വാട്ടർ അതോറിറ്റി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്ന ഒരു പദ്ധതികളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ആ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകണം. ഏതെങ്കിലും മാർക്കറ്റിംഗ് ഏജൻസി ഉപയോഗിച്ചുകൊണ്ടോ വാട്ടർ അതോറിറ്റിയിലെ തൽപരരായ യോഗ്യരായ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് വിഭാഗം രൂപീകരിച്ചുകൊണ്ടോ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ഒരു ക്രോസ് സബ്സിഡി എന്ന രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. അരുവിക്കരയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകി, ഒരു തുള്ളി പോലും കുപ്പിയിലായില്ല. കുപ്പിവെള്ള കമ്പനിയുടെ ശിലാസ്ഥാപനം നടത്തിയ കാര്യം ഓർമ്മിക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ മിൽമ പാല് പോലെയും കേര വെളിച്ചെണ്ണ പോലെയും സർക്കാരിന്റെ 5 രൂപയുടെ കുപ്പിവെള്ളത്തിന് വിശ്വാസ്യതയും സ്വീകാര്യതയും ഉണ്ടാകുമായിരുന്നു. ഇത് ഏറ്റെടുത്തിട്ടുള്ള കമ്പനി അവർ 2 വർഷം അത് പ്രവർത്തിപ്പിച്ച് കാണിച്ചതിന് ശേഷമാണ് വാട്ടർ അതോറിറ്റി സാധാരണ ഏറ്റെടുക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റുകളും അങ്ങനെയാണ് സാധാരണ. ഇത് ടെൻഡർ വിളിക്കുന്ന കമ്പനി തന്നെയാണ് ആദ്യത്തെ 2 വർഷം അവർ പ്രവർത്തനം കാണിച്ചു തന്നതിന് ശേഷമാണ് വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കുന്നത്. പഴയ കാലത്തെ ബ്ലഡുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ല. പക്ഷേ പ്രവർത്തനക്ഷമമല്ലെങ്കിലും ഇവിടുത്തെ ജീവനക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം ഇത് തടസ്സമില്ലാതെ ജലം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ കുപ്പിവെള്ള പ്ലാന്റ് പൂർത്തീകരിക്കുന്നതിനോടൊപ്പം ഈ 72 MLD പ്ലാന്റിൻ്റെ നവീകരണ പദ്ധതികളും നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കുടിവെള്ള വിതരണം നിയന്ത്രിക്കണമെന്ന് വാട്ടർ അതോറിറ്റിയും ആവശ്യപ്പെട്ടു. വേനൽ രൂക്ഷമാവുകയും ജലക്ഷാമം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജലവിതരണത്തിൽ നിയന്ത്രണം വരുത്തുവാൻ വാട്ടർ അതോറിറ്റിയുടെ നിർദ്ദേശം. ഇതോടെ നഗരങ്ങളിൽ 12 മണിക്കൂറും ഗ്രാമങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലും ആയിരിക്കും ഇനി കുടിവെള്ള വിതരണം ഉണ്ടാവുന്നത്. വേനൽ കടുക്കുകയും ജലസ്രോതസ്സുകൾ വറ്റുകയും ചെയ്തതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. കേരള സംസ്ഥാനത്ത് കുടിവെള്ളം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് കുറച്ചുകൂടി ഫലപ്രദമാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വെള്ളം പണ്ട് പണം കൊടുക്കാതെ കിട്ടുന്ന സാധനമായിരുന്നു. ഫ്രീ ഗുഡ്സിൽപ്പെട്ടിരുന്ന വെള്ളം ഇപ്പോൾ എക്കണോമിക് ഗുഡ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളത്തിന്റെ ഈ മാറ്റം ജനസംഖ്യയുടെ പെരുപ്പവും ആധുനിക കാലഘട്ടത്തിന്റെ സൃഷ്ടിയുമാണ്. പണ്ട് കിണറുകളും നദികളുമായിരുന്നു വെള്ളത്തിന്റെ ആശ്രയമെങ്കിൽ ഇപ്പോൾ അത് രണ്ടും ഇല്ലാതായി. പൈപ്പിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം മുട്ടിയും പൊട്ടിയും അങ്ങനെ നഗരവാസികളുടെയും നഗരത്തിന് പുറത്തുള്ളവരുടെയും ജീവന്റെ ഭാഗമായി. ആ വാട്ടർ അതോറിറ്റി ജീവൻ നിലനിർത്തുവാൻ പെടാപ്പാട് പെടുകയാണ്. പിടിച്ചു നിൽക്കാനാവുന്നില്ല. കൊടും നഷ്ടത്തിൽ. വരവിനേക്കാൾ ചെലവ് കുതിച്ചതാണ് വാട്ടർ അതോറിറ്റിയുടെ കഷ്ടകാലമായത്. ജീവനക്കാരുടെ നിരവധി പ്രശ്നങ്ങൾ ജീവനക്കാരെ കൂടുതൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ജീവനക്കാർക്കും പ്രമോഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് എന്ന് പറയാവുന്നത് ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാർ. ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരുടെ പ്രമോഷൻ സാധ്യതയുള്ള കുറവിനെപ്പറ്റി ദീർഘകാലമായി സമരങ്ങൾ നടത്തി വരികയും ഞങ്ങളുടെ മുൻകൈയിൽ അതിൻ്റെ ഒരു സമരം കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൂപ്പർവൈസർമാരായി ഹെഡ് ഓപ്പറേറ്റർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് അടുത്തിടെ ഇറങ്ങിയത്. ആ സൂപ്പർവൈസർമാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സബ് ഡിവിഷൻ തലത്തിലേക്ക് മെക്കാനിക്കൽ സൂപ്രണ്ട് തസ്തിക അടക്കമുള്ള തസ്തികകളിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരുടെ സേവനം നേരത്തെ സൂചിപ്പിച്ച പോലെ സബ് സെക്ഷനുകളിൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വാട്ടർ അതോറിറ്റി പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് മാനേജ്മെൻറ്റ് ആലോചിക്കണമെന്ന് മാനേജ്മെൻറ്റിനോടും ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSRTCയെ പോലെ വാട്ടർ അതോറിറ്റിയും അങ്ങനെ നഷ്ടത്തിൽ മുങ്ങുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക ഇതുവരെ ജീവനക്കാർക്ക് നൽകിയിട്ടില്ല. ഇങ്ങനെ പോയാൽ ശമ്പളം മുടങ്ങുന്ന രീതിയിലേക്കാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും പോക്ക്. വാട്ടർ അതോറിറ്റിയെ നന്നാക്കുവാനായി ബാംഗ്ലൂരിലെ പ്രശസ്ത സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് 5 വർഷം മുമ്പ് തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ഇപ്പോഴും തലപ്പത്ത് പൊടിപിടിച്ചിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടണം. ഇത് സംബന്ധിച്ച് പഠിച്ച് തയ്യാറാക്കിയ നിരവധി റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ മുൻപിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂർ എന്ന ലോകോത്തര സ്ഥാപനം തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി റിപ്പോർട്ട്
പൊടി പിടിച്ച് അലമാരയ്ക്കുള്ളിലിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ അതിനകത്തുള്ള ആ റിപ്പോർട്ടിലെ ശുപാർശകൾ ഒന്നുപോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊരു പ്രധാനപ്പെട്ട ശുപാർശയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മാതൃകയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സബ്സെക്ഷനുകൾ രൂപീകരിക്കുക എന്നത്. എന്നാൽ ആ സബ്സെക്ഷനുകൾ രൂപീകരിച്ചാൽ കേരളത്തിലെ ശുദ്ധജല വിതരണ രംഗം കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ കഴിയും. ഒരുപക്ഷെ ഇന്ന് ലാഭത്തിലേക്ക് കുതിക്കാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വാട്ടർ അതോറിറ്റി. എന്താണ് തകർച്ചയ്ക്ക് കാരണം? അനാവശ്യ നിർമ്മാണങ്ങൾ, പിടിപ്പുകേട്, ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികൾ. ഒരു സ്ഥാപനം നശിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ട. വെള്ളക്കരത്തിൽ നിന്ന് പ്രതിവർഷം കിട്ടുന്ന തുക 603 കോടി രൂപയാണ്. സർക്കാരിൽ നിന്നുള്ള നോൺ പ്ലാൻ ഗ്രാന്റ് 245 കോടി, ശമ്പളം 299.78 കോടി രൂപ, GPF റിക്കവറി 52.5 കോടി, ഓഫീസ് ചെലവ് 23.03 കോടി രൂപ, HR വേജസ് 66.86 കോടി, PF 64 കോടി രൂപ, മാസ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആൻഡ് DCRG 221.25 കോടി, വൈദ്യുതി നിരക്ക് 228.99, ആകെ വരവ് 848.12 കോടി രൂപ, ആകെ ചിലവ് 1016.13 കോടി രൂപ, 168 കോടി രൂപയാണ് കമ്മി. കരാർ ജീവനക്കാരുടെ വേതനം 66.86 കോടിയായി ഉയർന്നതാണ് മറ്റൊരു പ്രശ്നം. കോൺട്രാക്ടർമാർ ഭരിക്കുന്ന കക്ഷികളെ സ്വാധീനിച്ച് കരാറുകാരുടെ ശമ്പളം കൂട്ടുകയായിരുന്നു. ഇനിയും അത് കൂടാൻ തന്നെയാണ് സാധ്യത. കേരള വാട്ടർ അതോറിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവെന്ന് പറയുന്നത് 228.99 കോടി രൂപ വരുന്ന വൈദ്യുതി ചാർജാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വൈദ്യുതി വിതരണം ചെയ്യുന്നത് അഗ്രികൾച്ചർ താരിഫിലാണ്. ചില സംസ്ഥാനങ്ങളിൽ അത് സബ്സിഡി നിരക്കിന് പുറമെ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലാകട്ടെ കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് എന്ന് പറയുന്നത് വ്യാവസായിക താരിഫാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥയിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് വാട്ടർ അതോറിറ്റി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിന് ശേഷം കുടിശ്ശിക തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഫണ്ടില്ല. എൻ്റെ 168 കോടിയുടെ നഷ്ടത്തിലാണ് പോകുന്നത്. അത് ചെലവ് കൂടുകയും വരവ് കുറയുകയും ചെയ്യുന്ന സാഹചര്യം. അതാണ് KSRTC നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ്. വരവിനേക്കാൾ അപ്പുറത്തേക്ക് ചെലവ് കടന്നു പോകുന്നു. വാട്ടർ അതോറിറ്റിയാണ് വെള്ളക്കരത്തിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും നോൺ പ്ലാന്റ് തുകയും കൂടി യോജിപ്പിച്ചാൽ തന്നെയും ഈ ചെലവ് അതിനപ്പുറത്തേക്ക് കടന്നു പോവുകയാണ്. 1000 ലിറ്റർ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്നതിന് 14 രൂപയാണ് ചെലവ്. വെള്ളക്കരത്തിൽ നിന്ന് കിട്ടുന്നത് 4 മുതൽ 6 രൂപ വരെ. 4 രൂപ വീടുകളിൽ നിന്നും 6 രൂപ വ്യാവസായിക സ്ഥാപനങ്ങളിലെ കണക്ഷനുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിന്റെ 1/3 ചോർന്നു പോകുന്നു. അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടലിൽ വലിയ തോതിൽ വെള്ളം പാഴാകുന്നു. പമ്പ് ഹൗസുകളുടെ ശോച്യാവസ്ഥയാണ്. നമുക്ക് ഹെഡ് ഓഫീസ് ഉൾപ്പെടെ ഉള്ളിടത്ത് 12 നില കെട്ടിടങ്ങൾ പണിയുമ്പോഴും വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകൾ വളരെ ശോച്യാവസ്ഥയിലാണ്. വളരെ അപകടനിലയിൽ എപ്പോഴും തകർന്നു വീഴാവുന്ന തരത്തിലുള്ള പമ്പ് ഹൗസുകളാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ പലയിടത്തുമുള്ളത്. അതുപോലെ തന്നെ മോട്ടോറുകൾ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്ത മോട്ടോറുകൾ ഉൾപ്പെടെ കോൺട്രാക്ടർമാർ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഈ പുറത്തു നിന്നുള്ളവരെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് വാട്ടർ അതോറിറ്റി. നമുക്ക് ഏകദേശം 9000-ൽ താഴെ സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് ഈ ശുദ്ധജല വിതരണം നടത്തുമ്പോഴും അതിൽ എത്രയോ ഇരട്ടി ആളുകൾ അനധികൃതമായി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ജോലിക്കാരായിട്ടുണ്ട്. 8 രൂപ ചിലവാക്കി 1000 ലിറ്റർ വെള്ളം ഫിൽറ്റർ ചെയ്യുമ്പോൾ അത് 3.5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനവും ചെലവുമായിട്ട് ഒരിക്കലും ടാലി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ വിഷയങ്ങൾ എന്തിനേറെ ഇപ്പോൾ പെൻഷനായ ജീവനക്കാർ 2014 കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യം പോലും കൊടുത്തിട്ടില്ല. അവർ പെൻഷൻകാർ സമരത്തിലാണ്. ഇതിനെല്ലാം കാരണം വാട്ടർ അതോറിറ്റിയുടെ സാമ്പത്തിക സ്ഥിതിയാണ്. ദീർഘവീക്ഷണത്തെ പിന്നോട്ടടിക്കുന്ന സമീപനവുമായാണ് വാട്ടർ അതോറിറ്റിയുടെ യാത്ര. കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് 14 നിലകളുള്ള കെട്ടിടമാണ് പോകുന്നത്. എന്തിനു വേണ്ടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. JBICയിൽ നിന്ന് 2989 കോടി രൂപയാണ് കേരള വാട്ടർ അതോറിറ്റി ലോൺ എടുത്തിട്ടുള്ളത്. ആ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കും? ആ ലോൺ തിരിച്ചടയ്ക്കുന്നതിനൊപ്പമാണ് ഇതുപോലെ കെട്ടിട നിർമ്മാണം നടക്കുന്നത്. മഹാരാജാവിൻ്റെ കാലത്ത് പണി പൂർത്തിയായ മനോഹരമായ കെട്ടിടം കേരള വാട്ടർ അതോറിറ്റിയുടെ ക്യാമ്പസിൽ നന്നായി ഉള്ളപ്പോഴാണ് ഇപ്രകാരം കോടിക്കണക്കിന് രൂപ മുടക്കി 14 നിലയിൽ ഒരു ബഹുനില കെട്ടിടം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രയോജനകരമല്ല. ചില ഇടങ്ങളിലെങ്കിലും അഴിമതി നടക്കാനുള്ള സാധ്യതയുണ്ട്. ചെയ്യാത്ത അത് ചെയ്തു എന്നും പറഞ്ഞിട്ട് അങ്ങനെ വാട്ടർ അതോറിറ്റിയിൽ നിരവധി സംഭവനങ്ങൾ മാറ്റാത്ത വാൽവ് മാറ്റി, പിന്നെ വൈൻഡിങ് പോകാത്ത മോട്ടറിൻ്റെ വൈൻഡിങ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ചില നടപടികൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഒന്നാമത് ഇപ്പം നമുക്ക് ഈ മെക്കാനിക്കൽ മെയിൻ്റനൻസ് ആയിരുന്നാലും സിവിൽ മെയിൻ്റനൻസ് ആയിരുന്നാലും നമ്മുടെ ജില്ലാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ഒരു 3 മേഖലയായിട്ട് തിരിച്ച് ഒരു സൂപ്പർവിഷൻ ടീമിന് നമ്മൾ അവരെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. കാരണം ഗവൺമെൻറ് അനുവദിക്കുന്ന 20 കോടി രൂപ അല്ലെങ്കിൽ 200 കോടി രൂപ ഗവൺമെൻറ് അങ്ങ് അനുവദിക്കുകയാണ്.
അനുവദിച്ചു കഴിഞ്ഞ് പിന്നെ അതെങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് ഗവൺമെൻറ് അത് ശ്രദ്ധിക്കുന്നില്ല. കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങി ഉപജീവനം നടത്തുന്ന പെൻഷൻകാരുടെ 10ാം ശമ്പള കമ്മീഷൻ പ്രകാരം 2014 മുതൽ പെൻഷൻ പരിഷ്കരണം ഗവൺമെന്റ് തടഞ്ഞുവെച്ചിരിക്കുകയാണ്. 10-30 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത് പെൻഷൻ വാങ്ങി മാത്രം ഉപജീവനം നടത്തുന്ന പെൻഷൻകാരുടെ കാര്യം ഈ ഗവൺമെൻറ് പരിഗണിച്ചില്ല. അതിനെതിരെ വാട്ടർ അതോറിറ്റി, പെൻഷനേഴ്സ് കോൺഗ്രസ്, വാട്ടർ അതോറിറ്റി നടയിലും കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നടയിലും ധർണയും മറ്റു പല സമരമാർഗങ്ങളും സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് 6 മാസം കഴിഞ്ഞിട്ടും ഈ ഗവൺമെൻറ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ വളരെ മികച്ചവരാണെന്ന് പറയുന്നു, അവർ ഫണ്ട് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ആ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്ന് ഉറപ്പിലാക്കാതെ ഒരു ഗവേണൻസ് നമുക്ക് സാധ്യമല്ല. നമ്മുടെ കേരളത്തിലെ ഒരു ഗവേണൻസിൻ്റെ ഒരു പരിമിതിയാണ് ഞാൻ പറയുന്നത്. ഫണ്ട് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തു, അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു, പക്ഷേ അത് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സംവിധാനം നമുക്കുണ്ടാവണം. വാട്ടർ അതോറിറ്റിയെ രക്ഷിക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ജനങ്ങളുടെ വെള്ളം കുടിമുട്ടിയാൽ ജീവൻ തന്നെ അപകടത്തിലാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കൊടും വരൾച്ചയിൽ നട്ടം തിരിയുന്ന ജനത്തിന് ജലകണങ്ങൾ ആശ്വാസമാകാൻ കണ്ണുള്ളവർ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതാവരുത് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ. ദാഹജലം നൽകുന്നതാവണം. ഇതിനായി കൂട്ടായ പരിശ്രമം വേണം. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. അല്ലെങ്കിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം കൂടി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. ഫോർ ദ പീപ്പിളിൻ്റെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന മറ്റു പല വിഷയങ്ങൾക്കും വേണ്ടിയുള്ള അന്വേഷണം ഞങ്ങളുടെ സംഘം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. അതുവരേക്കും